ഏതായാലും ഇതിപ്പോഴും വന്ന ഒരു ഐറ്റമാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സൊക്കെ ഓഫാക്കിയിട്ട് അങ്ങ് മുങ്ങിയിരിക്കുകയാണ്. അതായത് കമൻറ്റ് വേണ്ട, എനിക്ക് കമൻറ്റ് വേണ്ട, കേട്ടെടുത്തോളം മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോപ്രായം കിട്ടുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് പൈസക്ക് വേണ്ടിയിട്ടൊന്നല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു കോപ്രായം കെട്ടിക്കഴിഞ്ഞാൽ അധികം പൈസ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നതാണോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇനി ജീവിക്കുകയുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇനി എനിക്ക് അങ്ങോട്ട് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയുന്നതാണോ എന്നൊന്നും അറിയില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും വളരെ മോശപ്പെട്ട ഒരു ഡാൻസ് തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രതികരിച്ചു പോകുന്നത്. കാരണം കുറേ സപ്പോർട്ട് ചെയ്താണ്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യും. പക്ഷേ എല്ലാ കോപ്രായത്തിനും അങ്ങ് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കഴിയില്ല. ഇതിനിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇവർ ഒന്നിനെ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മറുപടി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവരെ പേരിൽ പലരും പല ആരോപണങ്ങളും കൊണ്ടുവരുന്നുണ്ട്. എന്തിനധികം പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ചാറ്റുകൾ എന്ന് പറഞ്ഞിട്ട് കുറേ കൊണ്ടുവന്നു. ഇവർ പറയുന്നത് ഇത് എൻ്റെ ചാറ്റല്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അത് നമുക്കും കൂടി വിശ്വാസം വരണ്ടേ? അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമുക്ക് വിശ്വാസം വരണ്ടേ, ഇത് ശരി നിങ്ങളതല്ല, ഇത് ആരുടേതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ട് ഇത് നമ്മളെ കുരങ്ങേളിപ്പിക്കുകയാണ്. അതായത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിധവാ കാർഡ് ഇറക്കി, കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു കാർഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു വിധവാ കാർഡുണ്ട്, അതുപോലെ തന്നെ എനിക്ക് ജീവിക്കണം എന്നുള്ള കാർഡുണ്ട്, എൻ്റെ വീട്ടുകാർക്ക് ജീവിക്കണം എന്നുള്ള കാർഡുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ സമയങ്ങളിൽ ഓരോരോ കാര്യങ്ങൾ. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മളെയാണ് മണ്ടന്മാരാക്കുന്നത്. വേറെ ആരെയല്ല, ഞാൻ ഇങ്ങനെയേ ജീവിക്കുള്ളൂ, എനിക്കിങ്ങനെയാണ് ഇഷ്ടം എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് രണ്ട് തെറി പറയും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. ഇപ്പോൾ ഇവർ കാര്യമായ കാര്യത്തിനൊന്നും ഇവരൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിനിടയ്ക്ക് ആരും ഒരു കമൻ്റ് ഇട്ടപ്പോഴേ അവനെ മായും പിയും കൂട്ടിയിട്ട് പറയുന്നത് കണ്ടു. അതിനിടയിൽ എന്ന് പറഞ്ഞാൽ ഇവരെ പറ്റിയിട്ട് ഒരുപാട് ആരോപണങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊന്നും ഇവർ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടുന്ന് ഒരക്ഷരം പോലും ഇവർ മിണ്ടിയിട്ടില്ല. പക്ഷേ ഇവരെ ആരോ തെറി പറഞ്ഞു, തെറി കമൻ്റ് ഇട്ടു എന്നുള്ളത് കൊണ്ട് ഇവരൊരു കണ്ടന്റ് ആക്കിയത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതോ ഒരു വേട്ടാവളിയൻ ഓനൊരു ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് ഒരു തെറി പറഞ്ഞതിന് ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണ്ടന്റ് ആക്കിയിട്ടു. അങ്ങനെ ആ കണ്ടന്റ് 2-3 ദിവസം ഓടി. അതങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരുപാട് ആൾക്കാർ റിയാക്ട് ചെയ്തു. അത് റിയാക്ട് ചെയ്യുമ്പോൾ ഇവർക്കൊരു പ്രത്യേക സുഖം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കയറിയിട്ട് ഒരുപാട് അയ്യോ പാവമല്ലേ, അയ്യോ ഇതല്ലേ എന്നൊക്കെ കരുതി. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇങ്ങനെ പറയുമ്പോൾ എന്തിനാണ് വെറുതെ അവരെ പുറകെ നടക്കുന്നത്, പിന്നെയല്ലേ എൻ്റെ മനുഷ്യന്മാരെ അറിയുന്നത് ഇവർക്ക് ഇത് ഇഷ്ടമാണെന്ന്. അതായത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായത് ഇങ്ങനെയൊക്കെ പറയുന്നതും കളിയാക്കുന്നതും ഒക്കെയാണ് ഇവർക്ക് ഇഷ്ടം. അല്ലാതെ ഇവർ അതിനൊന്നും പ്രതികരിക്കത്തില്ല. ഇവർ കൂടി വന്നു കഴിഞ്ഞാൽ നീ ആരടാ, നീ എനിക്ക് ചെലവിന് തരുവോടാ എന്നല്ലാതെ വേറെ ഒന്നും പറയത്തില്ല. അതായത് ഇവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ചെലവിന് എന്തെങ്കിലും തരൂ, ഇത് അറിയണമായിരുന്നു. ആരാ ചെലവിന് കൊടുക്കുക? ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമാണ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള പോക്കൃത്തരങ്ങൾ ചെയ്യാതിരിക്കുക, അതായത് കോപ്രായങ്ങൾ കാണിക്കാതിരിക്കുക. അങ്ങനെ കോപ്രായങ്ങൾ കാണിക്കാതിരിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് നിന്ന് പിന്മാറിപ്പോയിക്കോളും. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് കാണിക്കണം, പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടാ. അതായത് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൽബം ഇറങ്ങുമ്പോൾ 4 ആൾ ചീത്ത പറയുള്ളൂ. അങ്ങനെ ചീത്ത പറഞ്ഞാൽ മാത്രമേ അതിനൊരു മാർക്കറ്റ് കിട്ടുള്ളൂ. സ്ഥിരമായിട്ട് നെഗറ്റീവിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവ് സ്ഥിരമായിട്ട് പറയുക, ഇത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അവർ നന്നാകാനോ അല്ലെങ്കിൽ അവരിതാകാനോ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ ആദ്യകാലത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആദ്യകാലത്തൊക്കെ ഇവരുടെ സങ്കടവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ ഞാൻ കരുതിയത് ഇവരിനി ഒരിക്കലും റിക്കവർ ആവില്ല എന്നാണ്. അതായത് അന്ന് വന്ന ഒരു കമൻ്റ് ഉണ്ട്, എന്താ വെച്ചാൽ കൊല്ലം സുധി മരിച്ചെന്ന് ഇവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഏതോ ഒരാളിട്ടൊരു കമൻ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നും ഓർക്കുന്നത്, അവരെ ആരെങ്കിലും ഒന്ന് ആശുപത്രി കൊണ്ടുപോകുക, അവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ സംഭവിച്ചിട്ടാണുള്ളത്. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സുധി മരിച്ചതിൽ പിന്നെ ഭ്രാന്തമായ ഒരു ഇതിലോട് കൂടിയിട്ട് അവരങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അസീസൊക്കെ അവിടെ വന്ന സമയത്ത് അസീസിക്ക ഇവിടെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക രീതിയിൽ നമുക്കെല്ലാവർക്കും അറിയാം
കൊല്ലസുതിക്ക് ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ളത് അസീസ് നെടുമങ്ങാടുമായിട്ടാണ്. കാരണം അവർ രണ്ടുപേരുമായിരുന്നു പല സ്ഥലങ്ങളിലും പ്രോഗ്രാമിന് പോകുന്നത്. അവർ രണ്ടുപേരും തന്നെയാണ് ലോറിയിലും അവിടെയും കയറി പോകുമ്പോൾ ഈ കിച്ചുവിനെയും കൊണ്ടാണ് പോകുന്നത്. അതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർ സ്റ്റേജിൻ്റെ പുറകിൽ കിച്ചുവിനെ ഉറക്കി കിടത്തിയതിന് ശേഷം ഇവർ പോയിട്ട് കളിക്കുമ്പോൾ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് പെട്ടെന്ന് നോക്കിയിട്ട് പോകുന്ന തരത്തിൽ സ്കിറ്റ് വരെ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട് എന്നിവർ പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം ആത്മബന്ധമുള്ള ആൾക്കാർ തന്നെയായിരുന്നു. അങ്ങനെ മരിച്ചപ്പോഴും ഇവരുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഓർത്തത് ഇവർ റിക്കവർ ആവത്തേ ഇല്ല എന്നാണ്. പക്ഷേ ഇവർ അതിൽ നിന്നും മോചിതയായി വന്നു. അതുമാത്രവുമല്ല, പിന്നീട് അങ്ങോട്ട് ഇവർ കൊടുക്കുന്ന ഓരോരോ ഇൻ്റർവ്യൂകൾ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ അതിൽ ലക്ഷ്മി നക്ഷത്രം കയറിയിട്ട് ഒരു സ്പ്രേ ഉണ്ടാക്കി. ആ സ്പ്രേയെ പറ്റി ഇവർ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ തോന്നുന്നത് എന്താ വെച്ചാൽ ഈ സ്പ്രേ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരമായിരുന്നു എന്നാണ്. അതായത് സ്പ്രേ കൊണ്ട് ഞാൻ വരും, അത് കഴിഞ്ഞതിന് ശേഷം തുതിയെ തള്ളി പറയണം. ഒരു മനുഷ്യൻ മരിച്ച ആ മനുഷ്യനെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ആ ഒരു സ്പ്രേ കൊള്ളത്തില്ല, അയാളുടെ മണം നിങ്ങൾക്കാർക്കും പിടിക്കത്തില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു മനുഷ്യൻ്റെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഒരാൾക്ക് പോലും പിടിക്കത്തില്ല. അതിന് എന്ത് സ്പ്രേ ആക്കി കഴിഞ്ഞാലും ആ ഒരു മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ എന്ത് മണമെന്നാണ് ഇഷ്ടപ്പെടേണ്ടത്? നമ്മൾ ഇവിടെ ദേഹത്ത് പുരട്ടുന്ന അത്തറുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മണമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ നമ്മുടെ ശരീരമാണ് ആർക്കും ഇഷ്ടപ്പെടുമോ? ഒരാൾക്കും ഇഷ്ടപ്പെടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതും കൊണ്ടുപോയിട്ട് ഇവർ സ്പ്രേ ആക്കുന്നു. അതോടുകൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വ്യൂസ് ആണെങ്കിലും മില്യൺ കണക്കിന് പോകുന്നു. ലക്ഷ്മി നക്ഷത്രം അവിടെ വെച്ച് ആ പരിപാടി സ്റ്റോപ്പ് ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രം ഇടയ്ക്കിടയ്ക്ക് പോകും, ഒരു വ്ലോഗ് ഇടും. അതിൽ നിന്നും ഒരു 50,000 കിട്ടിക്കഴിഞ്ഞാൽ ഒരു 25,000 അവിടെ ചെലവ് ചെയ്യും. അങ്ങനെയായിരുന്നു ഇവരുടെ ജീവിതം. അത് കഴിഞ്ഞതിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേഷ്മ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയേണ്ടത് രേണുസുതിക്ക് തോന്നി ഇവിടെ നല്ലൊരു സ്പേസാണുള്ളത്, ഏതായാലും കുറച്ച് കോപ്രായങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഉണ്ടാകും എന്നുള്ള തരത്തിൽ പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കോപ്രായങ്ങൾ തുടങ്ങി. അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ സുധിയുടെ സാധനങ്ങളെല്ലാം എടുത്ത് ഉള്ളിൽ ഇട്ട് ചാക്കിൽ കെട്ടിവെച്ചു. അതൊക്കെയുള്ള അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നടന്നു. അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാവരും 2-3 ചേരിയിലായി. കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് എതിരുള്ളവരുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എതിരുള്ളവരാണ്. ആദ്യകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിധവ ജീവിക്കട്ടെ എന്നുള്ള കാര്യം മാത്രമാണ് ഇവർ പറയുന്നത്. പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി വിധവയൊന്നും അല്ല ജീവിക്കേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മര്യാദയ്ക്ക് ജോലി ചെയ്തിട്ടാണ് ജീവിക്കുക. പക്ഷേ ഇവർക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല കേട്ടോ. ജോലിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലവേഴ്സ് ചാനൽ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവർക്ക് ഏത് ജോലി വേണമെങ്കിലും, ഇപ്പോൾ ഇവർക്ക് അക്കൗണ്ടിങ്ങാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ആ ജോലി റെഡിയാക്കി കൊടുത്തു. പക്ഷേ ഇവർ ജോലിക്ക് പോകാൻ തയ്യാറല്ല. കാരണം എന്താ വെച്ചാൽ ഇവരോട് ആരോ പറഞ്ഞു നിങ്ങളിങ്ങനെ നെഗറ്റീവിലേക്ക് പോയിക്കോളൂ, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നത് മിക്കവാറും ആ കുഞ്ഞായിരിക്കാം. ഒരു പക്ഷേ ഇവർക്ക് ആ ജോലി ഏറ്റെടുത്ത് അതിനുശേഷം വന്ന് കുറച്ച് റീലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജീവിതം വേറൊരു ലെവലിലേക്ക് പോകുമായിരുന്നു. ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ജീവിതമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതമുണ്ട്. ഇവർ നല്ല സുഖ സൗകര്യമായിട്ടാണ് ജീവിക്കുന്നത്. പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്, പല രാജ്യങ്ങളും പോകുന്നുണ്ട്. പക്ഷേ വളർന്നു വരുന്ന ആ ചെക്കന് എന്താണ് ഇവർ കൊടുക്കുന്നത്? വളർന്നു വരുന്ന ആ മകന് വേണ്ടിയിട്ട് ഇവരെന്താണ് ചെയ്യുന്നത്? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. വേറെ ഒന്നുമല്ല. ആ മകനെ ഓർത്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ജീവിക്കാമായിരുന്നു. നന്ദി, നമസ്കാരം. അഭിപ്രായങ്ങൾ പറഞ്ഞു കേട്ടാ. ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് വേണ്ട, ഞാൻ ഇന്നലെ മുതൽ സപ്പോർട്ടല്ലേ എന്നോട് അന്നും പറഞ്ഞിട്ട് വരണ്ട കേട്ടാ. ബൈ ബൈ.